എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സെന്റമറും അവന്റെ ടീമും കിസറും അവന്റെ ടീമും രണ്ട് ടീമുകളും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. കിസറുവിന്റെയും അവന്റെ അസിസ്റ്റൻസിന്റെയും പ്രധാന ലക്ഷ്യം ആ മാസേ ഫിസ്റ്റേഴ്സിനെ അവർ നശിപ്പിക്കുക എന്നതാണ്. ഇവിടെ സെന്റമറു അവനാണെങ്കിൽ അവന്റെ ഫോഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടി ബഹളം. അടുത്ത നിമിഷം ആ നേവിക്കാരൻ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു സീ ബീസ്റ്റ് അതങ്ങനെ മുകളിലേക്ക് ചാടി വരികയാണ്. അത് കണ്ട് നേവിക്കാരാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അത് അവരുടെ തൊട്ട് മുൻപിലുണ്ടായിരുന്ന ഒരു കപ്പല് അതങ്ങനെ മൊത്തത്തിൽ കടിച്ചു മുറിച്ച് തകർത്തില്ലാതാക്കും. നേവിക്കാരാണെങ്കിൽ വിളിച്ചു പറയും, സീ ബീസ്റ്റുകൾ ഇപ്പൊ നമ്മളെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അതല്ല എങ്കിൽ അവറ്റുകൾ മുഴുവൻ നമ്മളെ മൊത്തത്തിൽ തകർക്കും എന്ന് പറയേണ്ട താമസം കണ്ടാമൃഗത്തിന്റെ രൂപത്തിലുള്ള ഒരു സീ ബീസ്റ്റ് അതങ്ങനെ ഉയർന്നു വന്ന് വായങ്ങനെ തുറന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. ഇതിന്റെ അലർച്ചയും നിലവിളിയൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. ഉടനെ ഒരു വൈസ് അഡ്മിറൽ ആണെങ്കിൽ ചാടി വന്ന് ആ ബീസ്റ്റിനെ ആഞ്ഞെട്ടിച്ച് മൊത്തത്തിൽ തകർക്കും. ഇവിടെ ഐലാൻഡിലേക്ക് കയറിപ്പോയ ആ നേവി വൈസ് അഡ്മിറൽസ് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പാസിഫിസ്റ്റുകൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അഡ്മിറൽസ് ആണെങ്കിൽ ബീങ് പവറും അവരുടെ കയ്യിലുള്ള വെപ്പൻസും എല്ലാം തന്നെ ഉപയോഗിച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്ത് തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കിസറു ആണെങ്കിൽ വീണ്ടും വീണ്ടും ആർട്ട് അസിസ്റ്റൻസിനെ അയച്ചുകൊണ്ടേയിരിക്കും. വൈസ് അഡ്മിറലിന്റെ ഓരോ അറ്റാക്കിലും ആ പാസിഫിസ്റ്റേഴ്സ് അവറ്റകൾ ഒന്നൊന്നായിട്ട് തകർന്നില്ലാതാവുകയാണ്. ആ നേവിക്കാർക്കാണെങ്കിൽ സൈബർ പോൾ ഏജൻസ് അവരെല്ലാവരും ആ ലാബിൽ തന്നെയാണ് ഉള്ളത് നന്നായിട്ട് അറിയാം. സോ അവരുടെ അറ്റാക്ക് എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് മാത്രമായിരിക്കും അവർ ചെയ്യുക. അതല്ല എങ്കിൽ സീറോയിൽ ചേർന്ന അതുപോലെ ബാക്കിയുള്ള സോൾജേഴ്സിനൊക്കെ തന്നെ വലിയ അപകടം സംഭവിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലിലൂടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ടെൻഷൻ അത് കൂടി വരും. എത്രയും വേഗം ആ ഡോം അത് അൺഡു ചെയ്ത് പുറത്തേക്ക് പോകണം. സെന്റമറുവിന്റെ മാസ്റ്റർ കിസറു അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആളെ കണ്ട് ഞെട്ടും. ലാസ്റ്റ് ടൈം ഉണ്ടായ വാറിൽ ആളുടെ പവർ എന്താണെന്ന് നമ്മുടെ ആൾക്കാർ എല്ലാവരും നേരിട്ട് കണ്ടതാണ്. ഇവിടെ യോർക്ക് പെണ്ണിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കണ്ണിലെ ഭീതി കണ്ട് ഭയങ്കര സന്തോഷം. എന്തുപറ്റി? കിസറുവെ കണ്ട് നിങ്ങൾ പേടിച്ചു പോയോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാനുകളെല്ലാം അവർ പൊളിച്ചടുക്കും. നിങ്ങളെ എല്ലാവരെയും തല്ലിക്കൊന്ന് എന്നെ അവർ സേവ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് സ്റ്റസി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ടീയൊക്കെ കുടിച്ചിരിക്കും. പക്ഷേ അവളുടെ ശ്രദ്ധ അത് ഓരോ ഭാഗത്തൂടെ പോകുന്നുണ്ട്. ഇവിടെ സോറോ യോർക്കിന്റെ കഴുത്തിൽ വീണ്ടും കത്തിവെക്കും. അതേസമയം ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ വലിയ കുറ്റബോധം. കാരണം സെന്റമറു അവൻ സെറുവിന്റെ ശിഷ്യനാണ്. ഞാൻ കാരണം അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിക്കും. സെന്റമറു, നിനക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാലും ഞാൻ ഒരിക്കലും നിന്നെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ വിതുമ്പും. അത് കേട്ട് ക്ലോൺ ഡോക്ടർ വേഗോഫ് പങ്ക്സ് ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ടു പറയും, മാസ്റ്റർ നിങ്ങളിപ്പോ ഇതുപോലെ ഇമോഷണൽ ആയിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം എത്രയും വേഗം ആ ഒരു ഡോം അത് അൺഡു ചെയ്യുക എന്നത് മാത്രമാണ്. എത്രയും വേഗം നമ്മളെല്ലാവരും ഒരുപോലെ ശ്രമിച്ച് ആ പാസ്വേഡ് കണ്ടെത്തി അത് അൺഡു ചെയ്യണമെന്ന് പറയും. ഉടനെ ഡോക്ടറും ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ആ പാസ്വേഡ് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം അത് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കിസറു ആണെങ്കിൽ സെന്റമറുവിനോട് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെടും. അതിന് സെന്റമറു ആണെങ്കിൽ കിസറുവിനോട് പറയും, അങ്കിൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഓൾറെഡി ലൂഫിക്ക് വാക്ക് കൊടുത്തു അവനെ സഹായിക്കുമെന്ന്. അവൻ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയൊരു ആക്സ് എടുത്ത് ഇപ്പൊ അവന്റെ അങ്കിളിനെ തന്നെ ആഞ്ഞു വെട്ടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഡോക്ടർ വേഗോഫ് പങ്കും കിസറുവും അവർ രണ്ടുപേരും ഒരു കാട്ടിലൂടെ അങ്ങനെ കടന്നു വരും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് സെന്റമറു അവൻ ഒരുപാട് കരടികളൊക്കെ അടിച്ചു കൊന്നിട്ട് അവറ്റകളുടെ മുകളിൽ കയറി നിൽക്കുന്നതായിട്ട് അവർ കാണുക. ഡോക്ടർ ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യത്തിൽ ഈ കരടികളെ കൊല്ലാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, അതിനു മുൻപേ നീ അതെല്ലാം ചെയ്ത് കഴിഞ്ഞോ? അതിന് സെന്റമറു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതെ, ഞാൻ അവറ്റകളെ എല്ലാം തന്നെ തല്ലി കൊന്നു കളഞ്ഞു. എന്റെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വളരെ വീക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഒരുപാട് ആഹാരത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒരുപാട് ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കും. ഉടനെ ഡോക്ടർ ആണെങ്കിൽ സെന്റമറുവെ അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ കൂട്ടുകയാണ്. കിസറു ആണെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അതുകൊണ്ട് തന്നെ സെന്റമറു അന്നു മുതൽ കിസറുവെ അവന്റെ മാസ്റ്ററായിട്ട് സ്വീകരിച്ച് അങ്കിൾ എന്നായിരിക്കും വിളിക്കുക. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇപ്പൊ നമ്മുടെ സെന്റമറു അവൻ കൈ ചുരുട്ടി കിസറുവിനെ ആഞ്ഞെട്ടിക്കുകയാണ്. പക്ഷെ കിസറു അവന്റെ മാസ്റ്ററാണ്. സെന്റമറുവിന്റെ കൈ അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് അവന്റെ ബീം പവർ ഉപയോഗിച്ച് സെന്റമറുവെ ദൂരേക്ക് തെറിപ്പിച്ച് കളയും. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം കിസറു ആണെങ്കിൽ അവന്റെ ശിഷ്യൻ സെന്റമറുവെ മുഴുവനായിട്ടും ലോക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അവനാണെങ്കിൽ അതിൽ ഒരുപാട് വിഷമമൊക്കെ തോന്നും. പക്ഷെ അവന്റെ പവറും അതോറിറ്റിയും കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷനും അതൊന്നും അവന്റെ ഇമോഷൻസിനെ ഖണ്ഡിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവൻ സെന്റമറുവിന്റെ അടുത്തേക്ക് വന്ന് അവൻ പാസിഫിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് അത് കയ്യിലെടുക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് അവൻ ആ പാസിഫിസ്റ്റേഴ്സിനെ എല്ലാം തന്നെ
ടേൺ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കും. അതുമാത്രമല്ല ആ നേവി ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന സീ മോൺസ്റ്റേഴ്സ് അവറ്റകളെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ പാസിഫിസ്റ്റേഴ്സിന് ഓർഡർ കൊടുക്കും. അടുത്ത നിമിഷം അവറ്റകളെല്ലാം ഈ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സീ മോൺസ്റ്റേഴ്സിനെ തകർത്തില്ലാതാക്കുകയാണ്. നേവിക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി അവരുടെ വൈസ് കമാൻഡേഴ്സിന്റെ പിന്നാലെ അവർക്കും ഫോളോ ചെയ്തു പോവാം. അത് കണ്ട ഡോബർമാൻ അവനാണെങ്കിൽ സാറ്റേണിന്റെ അടുത്ത് ഈ ഒരു കാര്യം പാസ് ചെയ്യാണ്. വൈസ് അഡ്മിറൽസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ലാബിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവർക്ക് എതിരായിട്ട് വരുന്നവരെ എല്ലാവരെയും അവർ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലും. കട്ട് ചെയ്താ ഇവിടെ ഡോക്ടർ വേഗോഫ് അങ്ങനെ കാണിക്കും. സെന്റമർ മരിച്ചതറിഞ്ഞ് ആളങ്ങനെ ഹൃദയം തകർന്നു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതാണ് പ്രതീക്ഷിച്ചതല്ല. ഡോക്ടറാണെങ്കിൽ ഒരുപാട് വിഷമത്തില് അതിനിരട്ടിയായിട്ട് ദേഷ്യത്തില് അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ഒരു കാരണവശാലും സെന്റമറോ അവന്റെ ലക്ഷ്യം അത് പാഴായി പോകാൻ പാടില്ല. എത്രയും വേഗം ഈ ഡോം തുറന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. സെന്റമറുവെ അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി മാറ്റിയ ഒരാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ തീവ്രമായിട്ട് അത് അൺഡു ചെയ്യാനുള്ള പാസ്വേഡ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ യോർക്കാണെങ്കിൽ അതെല്ലാം കേട്ടും കണ്ടും പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കും. ഡോക്ടർ വേഗോഫ് പങ്കാണെങ്കിൽ ഇപ്പൊ കിസറുവിനെ കുറിച്ച് പറയും, നിങ്ങൾ കരുതും പോലെയല്ല അവന്റെ പവർ അത് ലൈറ്റാണ്. സോ അവനെ കൊണ്ട് ഇത് അൺഡു ചെയ്യാതെ തന്നെ ഇവിടേക്ക് കടന്നു വരാൻ പറ്റും. അവന്റെ പവർ വേറെ ലെവലാണ്. നമ്മളെ കൊണ്ട് ഒരിക്കലും അവനുമായിട്ട് ബീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് ഉസോപ്പിനാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും. നമ്മുടെ ആൾക്കാർ കുറെ കൂടെ വേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ആ കിസറു അവനാണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് സ്ട്രോ ഹാറ്റ് ലൂഫി, ദ ന്യൂ എംപറർ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഫ്ലൈ ചെയ്ത് ആ ലാബ് ലക്ഷ്യമാക്കി പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഒരു വലിയ റോബോട്ട് അതിന്റെ സഹായത്താൽ നമ്മുടെ ആൾക്കാർ ആ കപ്പൽ അങ്ങനെ ഉയർത്തിയെടുത്ത് എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായി മുൻപോട്ടേക്ക് ഓടും. ഇവിടെ ലിലിത്ത് ആയിരിക്കും ആ ഒരു റോബോട്ട് അത് കൺട്രോൾ ചെയ്യുക. റോബോട്ടിന്റെ അകത്ത് നമ്മുടെ ആൾക്കാർ ലൂഫിയും ജ്വല്ലറി പെണ്ണും അവർ രണ്ടുപേരും മത്സരിച്ച് ഫുഡ് കഴിക്കുകയാണ്. കാരണം എം ടി സ്റ്റൊമക്ക് കൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഈ സമയത്തും ഇത്ര കൂളായിട്ട് ഫുഡ് കഴിക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റുന്നു ചോദിക്കുമ്പോഴായിരിക്കും ഒരു സൈറൺ അവിടെ അങ്ങനെ മുഴങ്ങുക. ലൂഫി ആണെങ്കിൽ ലിലിത്തിനോട് അതിനെക്കുറിച്ച് ചോദിക്കും. അതിനവൾ പറയും, ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ആർക്കും കടന്നു വരാനായിട്ട് കഴിയില്ല. ഇൻ കേസ് അതിനാരെങ്കിലും ശ്രമിച്ചാൽ അപ്പം മാത്രം അടിക്കുന്ന ഒരു അലാമാണത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആരോ ഒരാൾ ഇവിടേക്ക് കടന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് കേട്ട് നമ്മുടെ ആൾക്കാരെ ഞെട്ടും. കട്ട് ചെയ്താ ഇവിടെ കിസറു അവനാണെങ്കിൽ അവന്റെ മിഷൻസ് അതൊന്നായിട്ട് ലിസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് മിഷൻ ആ പവർ പ്ലാന്റ് അതെങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. രണ്ടാമത്തേത് പങ്ക് റെക്കോർഡ്സ് അത് സേഫ് ആയിരിക്കണം. അവസാനമായിട്ട് യോക്കി അവള് സേഫ് ആയിരിക്കണം. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ കിസറു അവിടേക്ക് എത്തിയ കാര്യം ലൂഫിയെ ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയം ലുച്ചി അവനാണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിന് നേരെ ഓടി അടുക്കും. ആളുടെ ടോസ് എത്തി വൈറ്റിൽ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും സ്റ്റസി അവൾ മുൻപോട്ടേക്ക് കയറി വന്ന് ആ ഒരു പഞ്ച് അത് അവളുടെ ബോഡിയിൽ ഏറ്റുവാങ്ങുക. സ്റ്റസിക്കാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി അവൾ താഴേക്ക് വീഴും. അത് കണ്ട ചാഞ്ചി ആണെങ്കിൽ നാമിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബബിൾ ക്രിയേറ്റർ അതുപയോഗിച്ച് ആദ്യം ആ കക്കുവെ ലോക്ക് ചെയ്യും. അതിനുശേഷം ലുച്ചിക്ക് നേരെ തിരിയുമ്പോഴേക്കും ഇവിടെ സോറോ ആണെങ്കിൽ ലുച്ചിക്ക് മുൻപ് എത്തിക്കഴിഞ്ഞു. ഓ, നീ ഇത്രയും നേരവും ഞങ്ങളോടൊപ്പം നിന്ന് ലാസ്റ്റ് ടൈം കിസറു ഇവിടേക്ക് എത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞുവല്ലേ. ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സോറോയും ഇപ്പൊ ഫുൾ പവറിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഇട്ട് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കട്ട് ചെയ്ത ഇവിടെ കിസറു അവനാണെങ്കിൽ ദൂരത്തായിട്ട് ആ ഒരു റോബോട്ട് നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യും. അവനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ ആ കപ്പലിനെ ഫോളോ ചെയ്ത് പോവാണ്. നമ്മുടെ ആൾക്കാരും അവൻ പിന്നാലെ വരുന്നത് കാണും. ലൂഫി ആണെങ്കിൽ ടെററായിട്ട് പുറത്തേക്ക് ചാടി വന്ന് കിസറുവെ നോക്കി നിൽക്കുകയാണ്. കിസറു ആദ്യം ആ കപ്പൽ തകർക്കാൻ അവന്റെ ലൈറ്റ് പവർ അത് കപ്പലിന് നേർക്ക് ഉപയോഗിക്കും. ലൂഫി ആണെങ്കിൽ ചാടി വന്ന് കിസറുവെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കിസറു ആണെങ്കിൽ നൈസായിട്ട് അവനെ തട്ടി മാറ്റും. അതിന് ലൂഫി അവൻ ഫുൾ കലിപ്പില് കിസറുവെ വെല്ലുവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.